ഒരാണ് ഇവിടെ വന്നിരിക്കുമ്പോ ആ ആണ് മോശമായിട്ട് നിന്റെ മുഖത്തോക്കി എല്ലാം കാണിച്ച് എന്ത് ചെയ്യും? ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. മെയിൻ സ്ട്രീം വണ്ണിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആമിന സലീം. സ്വാഗതം. ഇന്ന് എന്റെ മുന്നിലിരിക്കുന്നത് നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് എന്നും നെഞ്ചിലേറ്റിയ ഒരു നടിയാണ്. ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പ്രിയങ്ക ചേച്ചി. നമസ്കാരം. ഒരു സംശയം. യെസ് ടെൽ മീ, ആസ്ക് മീ. സംശയം എന്നും നല്ലതാണ്. ചേച്ചി ഫസ്റ്റ് ഓഫ് ഓൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. എങ്ങനെ ഈ പ്രായത്തിൽ ഇങ്ങനെ സൗന്ദര്യം കാത്തു സൂക്ഷിക്കാൻ പറ്റണേ? അത് ഞാനൊരു ഇരട്ട വരയിട്ട ബുക്കിൽ എഴുതരാം. സൗകര്യം പോലെ ഇരുന്ന് വായിച്ചോ. പേടിക്കുന്ന ഇപ്പം ന്യൂജനായിട്ട് വരുന്ന പിള്ളേര് പേടിക്കുന്നുണ്ട് സിനിമയിലേക്ക് കേറാനായിട്ട്. ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. അതിനെ കുറിച്ചിട്ട് ഒരിക്കലും ഇല്ല, അത് തെറ്റായുള്ള വർത്തമാന. ഏറ്റവും കൂടുതൽ പുരുഷന്മാർക്ക് വേണ്ടി മാത്രം സംസാരിക്കുമ്പോ ശരിക്കും അവരുടെ കയ്യടി കിട്ടുന്നത് കൊണ്ട് വീണ്ടും അതിനെ കണ്ട് സപ്പോർട്ട് ചെയ്ത് ഇവന്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ സോൾവ് ചെയ്തോളാം. പുരുഷന്മാര് കയ്യടി അങ്ങനെ വെറുതെ കൈയടിക്കുന്ന ആൾക്കാരല്ല. സത്യാവസ്ഥ പറയണത് കേട്ടാ മാത്രമേ പുരുഷന്മാർ കൈയടിക്കാറുള്ളൂ. അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ട. ചേച്ചിയുടെ ഒരു പഴയ സിനിമ പുലിവാൽ കല്യാണം എന്ന് പറയുന്ന ഒരു സിനിമയില് ചേച്ചി അഭിനയിച്ച ഒരു റോൾ ഉണ്ടായിരുന്നല്ലോ. സലീം കുമാറിന്റെ പാർട്ണറായിട്ട് ഒരു റോൾ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. അതിനകത്തൊരു ഡബിൾ മീനിങ്ങിൽ ഒരു കാര്യം പറയുന്നുണ്ട്. മുഖം കണ്ടാൽ അറിയാം എന്തും വാരിക്കോരി കൊടുക്കുന്ന ആളാണെന്ന്. ഒരു ഡബിൾ മീനിങ്ങിലെ കാര്യം. അതുകൊണ്ട് ആ വേഷം അറിഞ്ഞുകൊണ്ട് എന്നെ ചേച്ചി എടുത്തതാണോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങള് ഇതുപോലെയുള്ള കുനിഷ്ഠ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേറെ ഒന്നും ഇല്ലേ? അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ സിനിമ എന്ന് പറയുന്നത് അഭിനയമല്ലേ. ഞാൻ അവിടെ പോകുന്നു, അഭിനയിക്കുന്നു, എന്റെ ജോലി ചെയ്യുന്നു, ഞാൻ പോരുന്നു. പിന്നെ അതിനകത്ത് മീനിങ് നോക്കി ഇന്റർവ്യൂ എന്നാ പിന്നെ മിണ്ടരുതല്ലോ നമ്മള്. ചേച്ചി ഒരു കുടുംബിനി എന്ന നിലയിൽ നല്ല നാടനായിട്ട് അല്ലെങ്കിൽ കുടുംബമായിട്ട് നല്ല രീതിക്ക് അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? അങ്ങനെ ജീവിച്ചിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത്തരത്തിലുള്ള ഡബിൾ മീനിങ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള റോള് ചെയ്യുമ്പോൾ ആ ചേച്ചിക്ക് ഇതുമായിട്ട് യോജിപ്പ് ചെയ്യാൻ പറ്റുമോ? നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? എങ്ങനെ? ഞാൻ അതുപോലെയാണോ നടക്കണ സ്ത്രീയാണോ? മനസ്സ് ചിത്തേക്ക് നോക്കണ്ടല്ല, എന്നെ ഇട്ടൊന്നുമില്ല. ഇതിന് നേരത്തെ ഒരു ഇന്റർവ്യൂല് ഞാൻ ഒരു പയ്യന് ഒരു നല്ല മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അടിച്ച് മുതകുറ്റി പൊളിക്കാൻ പോയതാണ് ഞാൻ. നിന്റെ കാര്യത്തിൽ തീരുമാനം. നിങ്ങൾ ഈ റീച്ച് കിട്ടാൻ എന്തിനു വേണ്ടിട്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തിനാ ഉണ്ടാക്കുന്നത്? അതല്ല ഉദ്ദേശം. വെറുതെ കിടന്ന് ഉരുളാദാശനെ. ചേച്ചിയുടെ കുടുംബിനി ആര് പറഞ്ഞു? അനുഭവമില്ലേ? എവിടെ പോണു? അത് മനസ്സിലാക്കാൻ വിവരമുള്ള ആൾക്കാരാണ് ഈ സമൂഹത്തിലുള്ളത്. എങ്ങനെ ഒന്ന് തലയൂരും എന്റെ കൃഷ്ണ. കൃത്യമായിട്ടൊന്നും പറയാതിരിക്കുക, കിടന്ന് ഉരുളുക, അതേ രക്ഷയുള്ളൂ. അഭിനയം ജോലിയാ, അങ്ങനെ കണ്ട ആളാണ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോ ഇപ്പോ സിനിമകൾ ഇല്ലാത്തത്. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ട. ഒരിക്കലും അല്ല, അതുകൊണ്ടൊന്നുമല്ല. അത് ആർക്കുണ്ട് വേറെ സിനിമകൾ നിർത്തി പറയാമോ? എന്താ പറ, എനിക്കറിയില്ല. ഇപ്പൊ ഞാൻ ഒരു ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരു പുരുഷൻ നേരെ വന്നു കഴിഞ്ഞിട്ട് അയാൾ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പറയണ പോലെ അങ്ങ് ചെയ്യുവോ? ഒരിക്കലും ഇല്ല. പിന്നെ താൻ എന്ത് ചോദ്യാണോ എന്റെ അടുത്ത് മണ്ടത്തരം ചോദിക്കണിരുന്നുണ്ട്? പറ്റിപ്പോയി, ഒരു തെറ്റ് പറ്റിപ്പോയി. ഞാൻ നീ കരയുന്നു പ്രതീക്ഷിച്ചു. പോട്ടെ, ഞാൻ ടിഷ്യൂ ഒന്ന് എടുത്തു തരാം. കരയരുത് വിശാലം, മേക്കപ്പ് ഇളകും.